ഈ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ നിമിഷത്തിൽ ഇപ്പോൾ നമ്മളോട് ചേരുന്നത് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ആണ്. സാറേ, ഈ അതിരൂപതയും പ്രത്യേകിച്ച് വൈദിക ജനവുമെല്ലാം ഈ ദുഃഖത്തിലായിരിക്കുന്ന ഈ നിമിഷത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സാറ് എന്താണ് ഈ നിമിഷത്തിൽ സാറിന്റെ മനസ്സിൽ വരുന്ന ഓർമ്മകളും ചിന്തകളും? ഏറ്റവും പ്രിയപ്പെട്ട ഷിൻസ് അച്ഛൻ്റെ വിയോഗം നമുക്ക് ആവർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ്. അഭിമാനകരമായ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷവേളയിലാണ് അതിൻ്റെ ഭാഗമായി ദേശീയ പതാകയെ വന്ദിച്ച ശേഷം ആ പതാക ഇറക്കുന്ന സന്ദർഭത്തിലാണ് ഷോക്കേറ്റ് മരിച്ച ആ ദുരന്ത വാർത്ത നമ്മുടെ കാതുകളിലെത്തിയത്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛനുമായി ആരൊക്കെ അടുപ്പമുണ്ടായിരുന്നോ, അച്ഛനെ ആരൊക്കെ അറിയുമായിരുന്നോ, അവരൊക്കെ ഈ കഴിഞ്ഞ ഇന്നലെയും ഇന്നുമൊക്കെയായി വിളിച്ചു. അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ, അച്ഛനെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്ന് മാത്രമല്ല മുൻപും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയേറെ സ്നേഹമുള്ള, എല്ലാവരോടും ഒരു കരുതലുള്ള, ആരെയും ചേർത്ത് നിർത്തുന്ന സമഭാവനയുള്ള ഒരു വൈദികൻ, പ്രത്യേകിച്ച് ഈ ഒരു യുവ വൈദികൻ എന്ന നിലയിൽ ഒരു മാതൃകയായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ. വ്യക്തിപരമായി എനിക്ക് നേരിട്ട് അറിയുന്ന ഏറ്റവും അടുപ്പമുള്ള അച്ഛൻ. നെല്ലിക്കാമ്പോയിൽ ഫൊറോനയിലെ അസിസ്റ്റന്റ് വികാരി എന്ന നിലയിലായിരുന്നു അച്ഛൻ്റെ ആദ്യ നിയോഗം. അതിനുശേഷം കുടിയാൻമലയിലേക്ക് അച്ഛൻ സ്ഥലം മാറി. ഈ രണ്ട് ഇടവകളും ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലായിരുന്നു. നെല്ലിക്കാമ്പോയിലായിരുന്നപ്പോഴും കുടിയാൻമലയിലായിരുന്നപ്പോഴും അച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചറിയാൻ എനിക്ക് ഒട്ടേറെ അവസരങ്ങളുണ്ടായി. അച്ഛൻ്റെ ജനങ്ങളോടുള്ള, വിശ്വാസികളോടുള്ള, സമൂഹത്തോടുള്ള, നാടിനോടുള്ള കാഴ്ചപ്പാടുകൾ അച്ഛൻ്റെ വാക്കുകളിൽ, അച്ഛൻ്റെ സമീപനത്തിൽ എല്ലാം വളരെ ദൃശ്യമായിരുന്നു. ഇത് ഒരു രൂപതയ്ക്ക് മാത്രമല്ല, സഭയ്ക്ക് മാത്രമല്ല, നമ്മുടെ നാടിനാകെ ഉണ്ടായ വലിയ ഒരു നഷ്ടമാണ്, തീരാ നഷ്ടമാണ് അച്ഛൻ്റെ വിയോഗം. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിയോഗമാണ്. എങ്ങനെ വാക്കുകൾ കൊണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അച്ഛൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതിന് ശേഷം ഈ നാടാകെ, എടൂരിലെ അച്ഛൻ്റെ ജന്മസ്ഥലവും അച്ഛനിരുന്ന പ്രദേശങ്ങളും അച്ഛനറിയുന്ന മേഖലകളെല്ലാം വലിയ, അതിനകത്ത് ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളും അച്ഛനെ അറിയുന്നവർ, അച്ഛനെ അറിഞ്ഞ് ആ സ്നേഹം അനുഭവിച്ചിട്ട് അറിഞ്ഞിരിക്കുന്നവർ ഏറെ ദുഃഖത്തിലാണ്. ആ ദുഃഖം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. നാടിൻ്റെ അനുശോചനം, ദുഃഖം ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ അച്ഛൻ നടത്തിയിട്ടുള്ള സേവനങ്ങളെ, ആ നാടിനു വേണ്ടി അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെ സ്മരിക്കുന്നു. അവരുടെ എല്ലാവരുടെയും പേരുള്ള അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്.